ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 23-ാം വാക്യം. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. കാനാൻകാരി വിശ്വാസത്തോടെ ഈശോയുടെ പിന്നാലെ കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ അവൾക്കു വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യന്മാർ പറയതേ, ഇവിടെ ഒന്ന് പറഞ്ഞയച്ചൂടെ, ഇവിടെ എത്രയോ നേരമായിട്ട് നമ്മുടെ പിന്നാലെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വരികയാണ്. ഈ ഒരു ഭാഗത്തില് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആ കാനാൻകാരി എത്രമാത്രം വിശ്വാസത്തോടെയാണ് ഈശോയുടെ പിന്നാലെ കടന്നു വന്നത് എന്ന്. ഒത്തിരിയേറെ തിരസ്കരണങ്ങള് അവളുടെ ജീവിതത്തില് അവൾക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെ? മറ്റു പലർക്കും ലഭിക്കാത്തതുപോലെയുള്ള തിരസ്കരണങ്ങളാണ് അവളുടെ ജീവിതത്തിൽ അവൾക്ക് ലഭിച്ചത്. ഒത്തിരിയേറെ പേര് ഈശോയുടെ സന്നിധിയിലേക്ക് വരുന്നുണ്ട്, ഈശോയോട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും ഒക്കെ നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ ഈ കാനാൻകാരി സ്ത്രീ ഈശോയുടെ പിന്നാലെ വന്നപ്പോൾ, ഇവൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ മറ്റു പലർക്കും കിട്ടുന്ന ഒരു പരിഗണന ഇവൾക്ക് കിട്ടുന്നില്ല. മറിച്ച് ഇവൾക്ക് ലഭിക്കുന്നത് എന്താ? അവഗണനയാണ്, അല്ലെ? ഈശോയുടെ പിന്നാലെ ഏറ്റവും ആദ്യം നിലവിളിച്ചു വന്നപ്പോൾ ഈശോ എന്നെ അടുത്ത് അവളെ ശ്രദ്ധിക്കാതെ കടന്നുപോയി. കരഞ്ഞു പ്രാർത്ഥിക്കുക മകൾക്ക് വേണ്ടി, പക്ഷെ ഈശോ അത് കേട്ടുപോലുമില്ല. പിന്നെയും അവൾ ഈശോയുടെ പിന്നാലെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് വരികയാണ്. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ഈശോയോട് പറയതേ, അവളെ ഒന്ന് പറഞ്ഞയച്ചൂടെ. ഈശോ എന്നെ അടുത്ത് ആ ശിഷ്യന്മാരുടെ വാക്ക് കേട്ടിട്ട് അവൾക്ക് അത്ഭുതം ചെയ്തു കൊടുത്തോ? അവിടെയും കൊടുത്തില്ല. ശിഷ്യന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥനയും ഈശോ അവഗണിക്കുന്നത് നമ്മളിവിടെ കാണുകയാണ്. ഈ അവഗണനയ്ക്ക് അവസാനം അവൾക്ക് വീണ്ടും ഒരു അവഗണന കൊണ്ട് ലഭിക്കുന്നുണ്ട്, അല്ലെ? നായ എന്ന് വിളിച്ച് ഈശോ വീണ്ടും അവളെ ആക്ഷേപിക്കുകയാണ്, അവഗണിക്കുകയാണ്. ഈ ഒരു അവഗണന അവളുടെ ജീവിതത്തിൽ ലഭിച്ചപ്പോഴും അവൾ എന്താ ചെയ്തത്? അവൾ ഈ അവഗണനയിലൊന്നും നിരാശപ്പെടാതെ പ്രത്യാശയോടെ ആഴമായ വിശ്വാസത്തോടെ ഈശോയോട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായി. കാരണം ഈശോയ്ക്ക് അറിയാം നമുക്ക് അത്രയേറെ വിശ്വാസമുണ്ട് എന്ന്. ഈ അവഗണനകൾക്ക് അവസാനം അവൾ വിശ്വാസത്തോടെ ഈശോയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അവൾക്ക് വേണ്ട അനുഗ്രഹം ഈശോ പ്രദാനം ചെയ്തത്. അത്രയേറെ ആഴമായ വിശ്വാസം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മളും പല കാര്യങ്ങൾക്ക് ഈശോയുടെ സന്നിധിയിൽ വരുമ്പോൾ ഇതേ അവഗണന നമുക്ക് ലഭിക്കാം. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അത് ശ്രദ്ധിക്കാതെ പോയേക്കാം. മറ്റുള്ളവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോഴും ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം ലഭിച്ചു എന്ന് വരികയില്ല. അപ്പോഴൊന്നും നിരാശപ്പെടരുത്. പ്രത്യാശയോടെ ഈശോ എന്നെ ഉപേക്ഷിക്കുകയില്ല. ആരൊക്കെ അവഗണിച്ചാലും ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും എന്നെ കരുതുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുമെന്ന് വിശ്വസിച്ച് അവന്റെ സന്നിധിയിൽ വന്നാൽ മാത്രമേ നമുക്ക് അനുഗ്രഹം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കാനാൻകാരിയെ പോലെ മറ്റുള്ളവർ അവഗണിക്കുമ്പോൾ നിരാശപ്പെടാതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം എനിക്കുണ്ടോ എന്ന് ചിന്തിക്കാനായിട്ട് പറ്റണം. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആവശ്യങ്ങള് ദൈവസന്നിധിയിൽ പറയേണ്ടത് ഞാനാ. വിശ്വാസത്തോടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാല് ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരവരണം. പക്ഷെ പലപ്പോഴും നമുക്കിന്ന് ഇത് സാധിക്കുന്നില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാ ജീവിതത്തില് പല പ്രതിസന്ധികള് ഈശോ പ്രദാനം ചെയ്യുന്നത്, അല്ലെ? ഈ കാനാൻകാരുടെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികളാണ് ഈശോ പ്രദാനം ചെയ്തത്. ഒന്ന്, ഈശോ അവളെ അവഗണിച്ചു. രണ്ട്, ശിഷ്യന്മാരുടെ പ്രാർത്ഥന കേട്ടപ്പോഴും ഈശോ അവളെ വീണ്ടും അവഗണിച്ചു, അത്ഭുതം ചെയ്യുന്നില്ല. മൂന്ന്, ഈശോ അവളെ നായ എന്ന് വിളിച്ച് അവളെ ചെറുതാക്കി അവളെ അവഗണിച്ചു കടന്നു പോകുന്നു. എത്രയോ അവഗണനയാണ് അവളുടെ ജീവിതത്തില് അവൾക്ക് ലഭിച്ചത്. പക്ഷെ ഈ അവഗണനയില് ഒരിക്കലും അവളുടെ വിശ്വാസത്തിന് കുറവ് സംഭവിക്കുന്നില്ല. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് പല അവഗണനകൾ ലഭിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തില്
കുറവ് സംഭവിക്കുക. അവിടെ കുറവ് സംഭവിച്ചാല് ഒരിക്കലും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ കാനാൻകാരിയെ പോലെ ആഴമായ വിശ്വാസത്തോടെ, അവഗണനയിൽ പരാജയപ്പെട്ടു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, കൂടുതൽ തീഷ്ണതയോടുകൂടി, വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ വരുവാനായിട്ട്, അവനോട് ചേർന്നിരുന്നു കൊണ്ട് ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനായിട്ട്, വിശ്വാസത്തോടെ ജീവിതത്തില് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.